നിയത ബ്രഹ്മചര്യാന്തേ നഗാർഹസ്ഥ്യം യദീഹതേ ആജീവമോചനം വർണ്ണി സുഖം ഗുരുകുലേ വസേത്. നിയത ബ്രഹ്മചര്യാന്തേ, നിയതമായ ബ്രഹ്മചര്യാവസാനത്തില് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമത്തെ യദിന ഇഹതേ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വർണ്ണി ബ്രഹ്മചാരി ആജീവമോചനം ജീവിതാവസാനം വരെ ഗുരുകുലേ ഗുരുകുലത്തിൽ വസിക്കണം. ഒരു ബ്രഹ്മചര്യ കാലഘട്ടം 24 വയസ്സ് വരെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കാണെങ്കിൽ 16 വയസ്സ് വരെയും ബ്രഹ്മചര്യ. അത് 16 എന്നുള്ളത് 18 ആയാലും ഈ കാലഘട്ടത്തിൽ ഗുരു പറയുന്നത് 16 ആണെന്നാ. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടിക്കും ഒരു 21, 22, 23 വയസ്സ് വരെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അവളും പുരുഷനുമൊക്കെ സ്ത്രീ പുരുഷ ഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണത്. ഇപ്പം ആ ഭേദമൊന്നുമില്ല. സ്ത്രീക്ക് കഴിയുന്നതെല്ലാം പുരുഷനും കഴിയും. അതുകൊണ്ടും അവൾക്കും വേണമെങ്കിൽ 21 വയസ്സ് വരെയൊക്കെ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുലം, ആ സിസ്റ്റത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷനാകെ മാറിപ്പോയി. പക്ഷേ ആ എഡ്യൂക്കേഷൻ തിരിച്ചു കൊണ്ടുവരണം, അതാണ് ആവശ്യം. കൊണ്ടുവരികയാണെങ്കിൽ 21 വയസ്സ് വരെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാവുന്നതും പിന്നീട് ആശ്രമം വിട്ട് പോകാവുന്നതും ആണ്. ആശ്രമം വിട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഗുരുകുലത്തിൽ തന്നെ ഗുരുസേവ ചെയ്തുകൊണ്ട് ജീവിക്കാം, അവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുകുലത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം. അതിനെക്കുറിച്ച് പറയുകയാണ് പിന്നീട് 168-ാമത്തെ ശ്ലോകം. അനവാപ്യ ഗുരോർമാതൃ പിതൃശ്ചാനുമതിം പുമാൻ യദ്യുദ്വഹേത് യഥാ കാമം ധർമാത്സ പ്രച്യുതോ ഭവേത്. പുരുഷൻ ഗുരോഹോ മാതൃപിതൃഹു ച, ഗുരുവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുമതിയെ അനവാപ്യ പ്രാപിക്കാതെ യഥാകാമം ഇഷ്ടം പോലെ യദി ഉദ്വഹേത് വിവാഹം ചെയ്യുകയാണെങ്കിൽ സഹ അവൻ ധർമ്മത്തിൽ നിന്ന് പ്രച്യുതനായിട്ട് വ്യതിചലിച്ചവനായിട്ട് ഭവിക്കും. അതായത് 24 വയസ്സ് വരെ പുരുഷനും 21 ഗുരു പറയുന്ന 16 വയസ്സാണ്. അതിപ്പം അതാ 16 വയസ്സ് എന്നുള്ളത് പണ്ട് കാലത്ത് വിവാഹം എന്ന് പറയുന്നത് വളരെ നേരത്തെയായിരുന്നു. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി വൈകിയാലും ഏജ് അത്ര ബാരിയർ അല്ല അതൊന്നും. എന്തായാലും ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് പുറത്തു പോകുമ്പോൾ അവിടെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഗുരുവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുമതിയോടുകൂടിയിട്ട് വിവാഹം കഴിക്കണം. അതാണ് ആവശ്യം. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും മനസ്സിനെ സന്തോഷിപ്പിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് ധാർമ്മികമായിട്ടും എല്ലാം കൊണ്ടും നല്ലതായിട്ട് വരുള്ളൂ. പിന്നീട് ഗുരുവിനെ നിഷേധിച്ച്, അമ്മയെ നിഷേധിച്ച്, അച്ഛനെ നിഷേധിച്ച്, അപ്പൊ അവർക്കും സമ്മതമായ രീതിയിൽ അവർക്ക് ഒരു മകനേക്കാളും മകളെക്കാളും ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ദീർഘദർശനമുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും കാലം ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന ഒരാൾക്ക് 24 വയസ്സ് 5 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഗുരുവിൻ്റെ സമീപവർത്തിയായി ജീവിച്ച ഒരുവന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഗുരുവിന് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഗുരു അവനെ അറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവന് സുസമ്മതമായ, അവന് ഹിതം നൽകുന്ന ഒരു പത്നിയെ, സഹധർമ്മിണിയെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഗുരു ഇത് അവന് ചേരുന്നതാണോ എന്ന് നിശ്ചയിക്കാൻ ഇവനേക്കാൾ പ്രാപ്തനായിരിക്കും. ഇവരുടെ കുടുംബം ഭദ്രമായി തീരുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഏകദേശം സമാന സ്വഭാവമുള്ള സാത്വിക രാജസ തമോ ഗുണങ്ങളുടെ ഘടനയിൽ സാമ്യഭാവമുള്ള വ്യക്തിത്വങ്ങളെ ചേർക്കാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഗുരുവിന് കഴിയും. ചിലപ്പോൾ അച്ഛന് കഴിയും, അമ്മയ്ക്ക് കഴിയും എന്നുള്ളതാണ്. അവിടെ
ജീവിതം ഭദ്രമാക്കാനുള്ള ഒരു വഴിയാണ് അത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൂടി അനുമതി വാങ്ങിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ധാർമ്മികത എന്തെന്ന് അവൻ വിസ്മരിക്കുകയും അവൻ അതിൽ നിന്ന് പ്രച്യുതനായിട്ട് മാറുകയും ചെയ്യുന്നു. ശിഷ്യ ഊചുഹു ആഖ്യാതോ ഭവതോ ധർമ്മോ വിശേഷാത് ബ്രഹ്മചാരിണഃ ആദിതോ യത് ശ്രുതോസ്മാഭിഃ സർവലോകോപകാരകഃ. ബ്രഹ്മചാരിണഃ ബ്രഹ്മചാരിയുടെ ധർമ്മം യഹ യാതൊന്നാണോ ഭവത അങ്ങയാൽ ആദിതഃ ആദി തുടങ്ങി ആഖ്യാതഃ പറയപ്പെട്ടത് സർവലോകോപകാരകഃ സർവജനങ്ങൾക്കും ഉപകാരമായ ധർമ്മം അസ്മാഭിഹി ശ്രുതഃ ഞങ്ങളാൽ ശ്രവിക്കപ്പെട്ടു. അങ്ങ് ഗുരു എല്ലാവർക്കും ഉപകാരപ്രദമായ ധർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല സർവ്വജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു.